So, my dear students, so far we discussed about democracy and the system of election. We discussed about the system of representation, the first past the post system, and proportional representation system. So in India we have what is called FPTP system, and in Netherlands and in Israel the system of election they accepted is proportional representation system. So today let us think about the policy of reservation. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതിയെയും ജനാധിപത്യത്തെയും കുറിച്ചാണ് ഇല്ലേ? ജനാധിപത്യം എന്ന് പറയുന്നത് ആധുനിക കാലത്ത് നമുക്കറിയാം പരോക്ഷ ജനാധിപത്യമാണ്. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. So the modern democracy is indirect in nature. Why modern democracy is indirect? Because modern states are large states having huge population. So it is not possible to practice direct democracy. How is it possible to practice direct democracy in India? We have more than 130 crores of people. How is it possible to practice direct democracy? Is it possible? No. So നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് വലിയ ജനങ്ങൾ, വലിയ വിസ്തൃതി, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് വി കാൺ തിങ്ക് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി അല്ലേ? നമുക്ക് ജനാധിപത്യം പ്രത്യക്ഷത്തിൽ നടപ്പാക്കുക എന്ന് പറയുന്നത് സാങ്കല്പികം മാത്രമാണ്, അത് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മളത് ഏത് രീതി സ്വീകരിച്ചിട്ടുള്ളത്? പ്രാതിനിധ്യ ജനാധിപത്യ രീതി അഥവാ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി നടപ്പിലാക്കുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് ആനുപാതിക പ്രാതിനിധ്യ രീതി, മറ്റൊന്നാണ് FPTP സിസ്റ്റം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് FPTP സിസ്റ്റം. വൈ വി അഡോപ്റ്റഡ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം? ബിക്കോസ് ഇൻ ഇന്ത്യ വി അഡോപ്റ്റഡ് ദി സിസ്റ്റം ബിക്കോസ് ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി and there is illiteracy in India and we want to have a stable government in India. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ്, ഒരു വലിയ രാജ്യം, നിരക്ഷരായ വോട്ടർമാർ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അതുപോലെ തന്നെ നടപ്പിലാക്കാൻ വളരെ എളുപ്പമുള്ള രീതിയാണ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി റെപ്രസെൻറ്റ് എ റെപ്രസെൻറ്റേറ്റീവ്. So the system of election is so simple for the people. That is why we adopted the system of first past the post system. Today, now let us think of the system of reservation. So far we learned that in India we have adopted first past the post system. But in India we can find there are some minority communities, also some marginalized people. Some people are marginalized. They are in the back side of the society. How is it possible to provide proper representation to these people? Is it possible to provide proper representation to these people by the present system of election? It is not possible. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാന രീതിയാണ് സംവരണ സംവിധാനം. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സംവരണം ചെയ്യുന്ന രീതി ഇതിൽ നടപ്പിലാക്കിയിരുന്നു. എന്തിനാണ് ഈ രീതി നടപ്പിലാക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇൻ അവർ ഇന്ത്യ, ഇൻ അവർ കൺട്രി, many of the people are in the back side of the society. നമ്മുടെ രാജ്യത്തെ പല സമൂഹങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വളരെ പിന്നിലാണ്. They are marginalized people. They never get proper representation if the system of election is based on a general condition. So, how is it possible to provide representation to these people? എങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക്
നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് നമ്മുടെ പാർലമെൻറ്റിലേക്ക്, നമ്മുടെ നിയമസഭയിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് പ്രാതിനിധ്യം കൊടുക്കുക? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഹൗ ടു പ്രൊവൈഡ് പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ ടു ദീസ് പീപ്പിൾ. So, for providing proper representation to the most backward people, marginalized people, our system has introduced a system called reservation, the policy of reservation. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിലേക്ക്, നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ റിസർവേഷൻ പോളിസി, കുറച്ചു സീറ്റുകൾ സംവരണം ചെയ്യുന്ന ഒരു നിലപാട് കൈക്കൊണ്ടു. എന്തിനാണ് ഈ നിലപാട്? എന്തിനാണ് ഈ റിസർവേഷൻ? ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, why reservation policy is to be continued? The answer is very simple. In our society, the downtrodden people, they must get representation. Otherwise, how is it possible to hear the voice of these people? Marginalized ആയിട്ടുള്ള, സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, ചരിത്രപരമായ പ്രതിസന്ധികൾ നേരിടുന്ന ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് പാർലമെൻറ്റിലും നിയമസഭയിലും അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ സാധിക്കുക? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ, വേണ്ടേ? അപ്പം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർ, അതിന് നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളെല്ലാം ആലോചിച്ചത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം വിവേചനങ്ങൾക്കിരയാകേണ്ടി വന്നിട്ടുള്ളത്, ഏറ്റവും അധികം പാർശ്വവൽക്കരണത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുള്ളത് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ്. The SC and ST people, the scheduled caste and scheduled tribe people, they were in the back side of our society, the neglected people, the downtrodden people. So the makers of our constitution, the national leaders of India, proposed an idea in the constitution so as to provide proper representation to these people. The idea is called the policy of reservation. So when we think about the Lok Sabha, our parliament, in the Lok Sabha, what is the peculiarity of Lok Sabha? You know, Lok Sabha is the house of people. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന സഭയാണ് നമ്മൾ ലോകസഭ എന്ന് പറയുന്നത്. ആ ലോകസഭയിൽ 543 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. How many members are elected? 543. 2 members are nominated from the Anglo-Indian community, and together there is 545 members. Actually, as per the constitutional provisions, the maximum number can be up to 552, but the present strength is 545, and out of these 545, 543 are elected and 2 are nominated. From which community? The 2 members of the Lok Sabha are nominated from Anglo-Indian community. So coming to this 543, 79 members, 79 seats are reserved for scheduled caste, and 41 seats are reserved for scheduled tribes. So together, SC and ST communities, scheduled caste and scheduled tribe community, they have 120 seats. 79 plus 41 is equal to 120. So in the Lok Sabha, out of 543 seats, 120 seats are reserved. So you understand, the Constitution of India proposed a plan to provide representation to the scheduled caste and scheduled tribe people through the policy of reservation. Why? Because otherwise their voice will not be there in the Lok Sabha. അവരുടെ ശബ്ദം പാർലമെൻറ്റിൽ, ലോകസഭയിൽ ഉയരണമെങ്കിൽ അവർക്ക് പലപ്പോഴും ജനറൽ കാൻഡിഡേറ്റ്സിനോട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മുടെ ഭരണഘടനയുടെ സൃഷ്ടാക്കൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർക്ക് പ്രോപ്പർ റെപ്രസെൻറ്റേഷന് വേണ്ടി എന്ത് ചെയ്തിട്ടുള്ളത്? സംവരണം ഏർപ്പെടുത്തി. എത്ര സീറ്റാണ്? 79 പ്ലസ് 41. ഓക്കെ. അതേസമയം അടുത്ത കാലത്ത് ഒരു പുതിയ വാദം, ഒരു പുതിയ ആശയമുണ്ടായി. നമ്മുടെ ലോകസഭയിലും രാജ്യസഭയിലുമെല്ലാം ആ ആശയം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. എന്താണ് ആശയം? സ്ത്രീകൾക്ക്
നമ്മുടെ പാർലമെൻറ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം 543 ആളുകൾ, 545 പേര് ലോക്സഭയിലും 245 പേര് രാജ്യസഭയിലും. ഇതിൽ എത്ര പേരുണ്ട് സ്ത്രീകൾ? വളരെ കുറവാണ്. അപ്പോൾ സ്ത്രീകൾക്കും ഇതുപോലെ സംവരണം ഏർപ്പെടുത്തണം എന്ന ആവശ്യം ഈ സമൂഹത്തിനകത്തുണ്ടായി. അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ആ നിയമങ്ങളെല്ലാം ചീന്തി എറിയുകയാണ് ചെയ്തത് കുറേ അംഗങ്ങൾ. ബിക്കോസ് ഇൻ ദ ലോക്സഭ ആൻഡ് ദ രാജ്യസഭ ദർ ഇസ് ദ ഡൊമിനൻസ് ഓഫ് മെയിൽസ്. ഈ പുരുഷന്മാരുടെ മേധാവിത്വമാണ് ഇന്ത്യയുടെ ലോകസഭയിലും രാജ്യസഭയിലും ഉള്ളത്. അതുകൊണ്ട് ഇതിനായി തയ്യാറാക്കപ്പെട്ട ബില്ലുകൾ കീറി എറിയപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ 73, 74 ഭേദഗതികൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയതോടെ നമ്മുടെ പഞ്ചായത്തുകളിൽ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, മുനിസിപ്പാലിറ്റികളിൽ, ഇപ്പോൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ആരാ ചെയർപേഴ്സൺ? നിങ്ങൾ തൊട്ടടുത്ത പെരിങ്ങോം വയക്കര പഞ്ചായത്ത്, ഇവിടെയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ 50% പഞ്ചായത്തുകളിലുടെയും അധിപന്മാർ സ്ത്രീകളാണ്. അതുപോലെ നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ 50% ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ വിമൻ. ഹൗ ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? 73, 74 ഭേദഗതികൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയപ്പോൾ അതിൽ വ്യവസ്ഥ കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്യണം. കാരണം സ്ത്രീകൾ ഇപ്പോഴും വേണ്ടത്ര സമൂഹത്തിനകത്ത്, പൊതുസമൂഹത്തിനകത്ത് വന്നിട്ടില്ല. അവർക്ക് ഭരണരംഗത്ത് ഇടപെടാൻ കഴിയുന്നില്ല. അപ്പോൾ പൊതു സ്ഥാനാർത്ഥികളോട് മത്സരിച്ചുകൊണ്ട്, പുരുഷന്മാരോട് മത്സരിച്ചുകൊണ്ട് ഇവർക്ക് ജയിച്ചു വരാൻ കഴിയുന്നില്ല. സോ ദേ മസ്റ്റ് ബി ഗിവൺ മോർ representation. So as to provide more representation, the idea of reservation is implemented in India. In Indian, not in the parliament, not in the legislative assembly, but in the local self-governments. ഇന്ത്യയിലെ പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഓൾ ഇന്ത്യയിൽ 33% ആണെങ്കിൽ in Kerala we provided 50% reservation for women. കേരളത്തിലെ മൊത്തം പഞ്ചായത്തുകളിൽ, മൊത്തം മുനിസിപ്പാലിറ്റികളിൽ, മൊത്തം കോർപ്പറേഷനുകളിൽ 50-50 ഹെഡ്സ് ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ലോകസഭയിലും രാജ്യസഭയിലും നിയമസഭകളിലും ഒക്കെ റിസർവേഷൻ ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ലുകൾ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന സത്യം നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭരണഘടന പ്രകാരം നിലനിൽക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് റിസർവേഷൻ. ഓക്കെ, യു ഗോട്ട് ദ ഐഡിയ? ദ പോളിസി ഓഫ് റിസർവേഷൻ. ഓക്കെ.